പണ്ട് കുന്നുകൾക്കും പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ കുമാരന്മാർ എന്നറിയപ്പെടുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു. പപ്പകുമാർ, മാമകുമാർ, മകൾ മീന, മകൻ രവി എന്നിവരടങ്ങുന്നതായിരുന്നു കുടുംബം. അവർ പച്ചക്കറികളും പൂക്കളും വളർത്തുന്ന മനോഹരമായ പൂന്തോട്ടമുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീനയും രവിയും പൂന്തോട്ടത്തിന്റെ അരികിൽ വളരുന്ന ഒരു ചെറിയ തൈ കണ്ടെത്തി. അവർ ആകാംക്ഷയോടെ മാതാപിതാക്കളെ വിളിച്ചു. പാപ്പാ കുമാർ തൈ പരിശോധിച്ച് പറഞ്ഞു, ഇത് ഒരു മാമ്പഴം പോലെയാണ്, നമുക്ക് ഇത് നന്നായി പരിപാലിക്കാം, ഇത് വളരുമോ എന്ന് നോക്കാം. തങ്ങളുടെ തോട്ടത്തിൽ ഒരു മാവിൻ തൈ എന്ന ആശയത്തിൽ ആവേശഭരിതരായ കുമാർ കുടുംബം മുഴുവൻ തൈകൾ നട്ടുവളർത്താൻ തുടങ്ങി. എല്ലാ ദിവസവും മീനയും രവിയും നനച്ചു. മാമ കുമാർ മണ്ണ് പോഷകങ്ങളാൽ സമ്പന്നമാണെന്ന് ഉറപ്പാക്കി. മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പാപ്പാകുമാർ ചുറ്റും ചെറിയ വേലി കെട്ടി. ഋതുക്കൾ കടന്നുപോകുമ്പോൾ തൈകൾ ദൃഢമായ മരമായി വളർന്നു. ഒരു വേനൽക്കാല സായാഹ്നത്തിൽ കുടുംബം മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ അസാധാരണമായ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു. മരം മൃദുവായ സ്വർണ്ണ പ്രകാശത്താൽ തിളങ്ങാൻ തുടങ്ങി. ഇലകൾ തിളങ്ങി, ചുറ്റുമുള്ള വായു സുഗന്ധം നിറഞ്ഞു. അയ്യോ, ഇത് സാധാരണ മാമ്പഴമല്ല, രവി ആക്രോശിച്ചു. അപ്പോഴാണ് ശാഖകളിൽ നിന്ന് ഒരു ചെറിയ തിളങ്ങുന്ന രൂപം പ്രത്യക്ഷപ്പെട്ടത്. വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന അതിലോലമായ ചിറകുള്ള ഒരു യക്ഷിക്കഥയായിരുന്നു അത്. എന്റെ മരത്തെ ഇത്രയും നന്നായി പരിപാലിക്കുന്നതിന് നന്ദി, അവൾ പറഞ്ഞു. ഞാൻ മാമ്പഴത്തിന്റെ ഫേറിയാണ്, നിങ്ങളുടെ ദയയ്ക്കായി ഒരു ആഗ്രഹം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. വീട്ടുകാർ അമ്പരന്നു. അവർ ഇതുവരെ ഒരു യക്ഷിയെ കണ്ടിട്ടില്ല. എപ്പോഴും ചിന്താശീലയായ മീന പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ സന്തോഷവും സമൃദ്ധിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫേറി പുഞ്ചിരിച്ചുകൊണ്ട് വടി വീശി. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു, അവൾ പറഞ്ഞു. ഇനി മുതൽ ഈ മരം മാന്ത്രിക മാമ്പഴങ്ങൾ വഹിക്കും. ഈ മാമ്പഴം കഴിക്കുന്ന ആർക്കും സന്തോഷവും ഭാഗ്യവും ലഭിക്കും. ഫേറിയുടെ വാക്കുകൾ ശരിയാണ്. ഗ്രാമവാസികൾ ഇതുവരെ ആസ്വദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചീഞ്ഞതും രുചികരവുമായ മാമ്പഴങ്ങൾ ഉടൻ തന്നെ മരം കായ്ക്കാൻ തുടങ്ങി. വാർത്ത പെട്ടെന്ന് പടർന്നു. സമീപത്തും ദൂരത്തുനിന്നും ആളുകൾ മാന്ത്രിക ഫലം ആസ്വദിക്കാൻ എത്തി. കൂടുതൽ ആളുകൾ മാമ്പഴം ആസ്വദിച്ചതോടെ ഗ്രാമം അഭിവൃദ്ധി പ്രാപിച്ചു. വയലുകൾ എപ്പോഴും പച്ചപ്പായിരുന്നു, വിളവുകൾ സമൃദ്ധമായിരുന്നു, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിച്ചു. കുമാരന്മാരുടെ ചെറിയ പൂന്തോട്ടം സന്തോഷത്തിന്റെയും ചിരിയുടെയും സ്ഥലമായി മാറി. അവിടെ ഗ്രാമവാസികൾ കഥകൾ പങ്കിടാനും ഒരുമിച്ച് ആഘോഷിക്കാനും ഒത്തുകൂടി. തങ്ങളുടെ ഗ്രാമം തഴച്ചുവളരുന്നത് കണ്ട് മീനയും രവിയും സന്തുഷ്ടരായിരുന്നു. അവർ പലപ്പോഴും യക്ഷിയുടെ സന്ദർശനത്തെ അത്ഭുതത്തോടെയും നന്ദിയോടെയും ഓർത്തു. അങ്ങനെ കുമാരന്മാരുടെ ദയയുടെയും ഗ്രാമത്തിന്റെ സന്തോഷത്തിന്റെയും പ്രതീകമായ മാന്ത്രിക മാമ്പഴം തലമുറകൾക്കായി ഉയർന്നു നിൽക്കുകയും അഭിമാനിക്കുകയും ചെയ്തു.